എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 3 മുതൽ 9 വരെ. മത്തായി 13-3 മുതൽ 9 വരെ ആരംഭ വാക്യങ്ങൾ മാത്രം വായിക്കട്ടെ. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വിതയ്ക്കുന്ന ഒരു മനുഷ്യന്റെ ഉപമയാണ് കർത്താവ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. 13-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളും സ്വഭാവവും വ്യക്തമാക്കുന്ന വ്യത്യസ്തമായ ഉപമകൾ കർത്താവ് പറയുന്നുണ്ട്. പഴയ പരിഭാഷയിൽ ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു എന്നാണ്. എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ ഒരാൾ വിതയ്ക്കുന്നു എന്നുമാണ്. ആദ്യത്തെ ഉപമ വിതയ്ക്കുന്നവൻ്റെയാണ്. വിതയ്ക്കുന്നവൻ ക്രിസ്തു. ഒരു പുതിയ ആരംഭം ഇസ്രായേലിൽ നിന്നും ഫലം പ്രതീക്ഷിച്ച് അന്വേഷിക്കുന്നില്ല. ഒരു പുതിയ സ്ഥലം തേടിയിട്ട് അവിടെ വിത്ത് വിതയ്ക്കുന്നു. ഈ ഉപമ മറ്റ് ഉപമകളുടെ അടിത്തറയും മറ്റുപമകളുടെയൊക്കെ ഒരു താക്കോലുമായി വേണമെങ്കിൽ കരുതാം. കർത്താവ് തന്നെ ഇതിൻ്റെ ഒരു വ്യാഖ്യാനം പിന്നീട് തരുന്നുണ്ട് 18-ാം വാക്യം മുതൽ. വിതച്ചത് രാജ്യത്തിൻ്റെ വചനമായിരുന്നു. വചനത്തിൻ്റെ പ്രസംഗം വിത്ത് വിതയ്ക്കുന്നതിനോട് ഉപമിച്ചിരിക്കുന്നു. എവിടെയാണ് ഈ വിത്ത് വിതയ്ക്കുന്നത്? അത് മനുഷ്യഹൃദയങ്ങളിലാണ്. ചില വിത്ത് വഴിയരികെ വീണു, പറവകളത് വന്ന് തിന്നു. ആകാശത്തിലെ ദുഷ്ടാത്മ പ്രഭുവായ പിശാച് ഹൃദയത്തിൽ നിന്നും അത് പിറക്കിക്കളയുന്നു. സന്ദർഭവശാൽ കേൾക്കുന്നവന്റെ ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം ദോഷം സാത്താനിൽ നിന്നും വരും. ചില വിത്ത് പാറസ്ഥലത്ത് വീണു. അവിടെ ഏറെ മണ്ണില്ല. ജഡം കൂടുതൽ ശക്തമായിരിക്കുന്നതിനെ അത് കാണിക്കുന്നു. പാറ മുകളിൽ വരെ നേരിയ കനത്തിൽ കാണുന്ന മണ്ണ് അടിയിൽ പാറയാണെന്നുള്ള സത്യം വെളിപ്പെടുത്തുന്നില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല മണ്ണാണ് എന്ന് തോന്നാമെങ്കിലും പാറയുടെ മുകളിൽ മാത്രം ലേശം മണ്ണ് കാണുന്നു. വിത്ത് മുളച്ചു വരുന്നുണ്ട് അവിടെ. എന്നാൽ വേര് ഇല്ലാത്തത് കൊണ്ട് സൂര്യന്റെ ചൂടിൽ വാടിപ്പോകുന്നു. ഇത് വചനം സന്തോഷത്തോടെ അംഗീകരിക്കുന്നവരൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ പീഡയും ഉപദ്രവവും സഹിച്ചു നിൽപ്പാൻ കഴിയാത്ത ആളുകൾ പെട്ടെന്ന് അത് മറന്നു കളയും. അല്പകാലത്തേക്ക് അവൻ ഹൃദയത്തിൽ സ്വീകരിച്ച വിശ്വാസമൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. മറ്റു ചിലത് മുള്ളിൻ്റെ ഇടയിൽ വീണ വിത്തുകളാണ്. മുളച്ചു വന്നു. എന്നാൽ ഈ വിത്ത് മുളച്ചു വരുന്നതിനോടൊപ്പം മുള്ളുകളും ശക്തമായി വളർന്നു വന്ന് അതിനെ ഞെരുക്കിക്കളയുന്നു. വചനം കേൾക്കുന്നുവെങ്കിലും ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചയും അല്ലെങ്കിൽ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമാക്കും. സംസാരഭോഗങ്ങൾ എന്നുകൂടെ ലൂക്കോസ് പറയുന്നുണ്ട് 8-ാം അധ്യായത്തിൽ. ഇവിടെ ദോഷം സംഭവിക്കുന്നത് ലോകത്തിൽ നിന്നുമാണ്. വളരെയധികം ദാരിദ്ര്യവും വളരെയധികം ധനവും ഒരുപോലെ ആത്മീയ ജീവിതത്തിന് ദോഷം ചെയ്യും. നല്ല നിലത്തിൽ വീണ വിത്ത് പല മേനികളിലുള്ള വിളവ് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് കർത്താവ് ഉപമ അവസാനിപ്പിക്കുന്നത്. 30, 60, 100 ഇങ്ങനെയാണ് അതിൻ്റെ വളർച്ച.
അത്ര മേനി അത് വിളഞ്ഞു. വിത്ത് ഫലമുളവാക്കുന്നതിന് മുൻപ് തന്നെ കലപ്പ ഉപയോഗിച്ച് നിലം ഉഴുത് പൊടിയാക്കേണ്ടിയിരിക്കുന്നു. അവന്റെ മനസാക്ഷി ധൂളിയായി തീരണം. അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. വിതക്കാരൻ എന്നാണ്. വിതക്കാരൻ എന്നൊരു വിഭാഗം തന്നെ ഇല്ല. കർഷകൻ എന്നാണ് കുറച്ചും കൂടെ വേണമെങ്കിൽ ഇതിനോട് നമുക്ക് ചേർത്ത് പറയാവുന്നത്. വിതച്ചിട്ട് മാത്രം പോകുന്ന ഒരാള് കൃഷിയിടങ്ങളിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിലമൊരുക്കാനും വിത്ത് പാകാനും പിന്നീട് അതിന് വളമിടാനും വളർത്താനും ഒക്കെ ശ്രമിക്കുന്ന കർഷകനാണ്. അപ്പോൾ ദൈവം നമ്മെ നട്ടിരിക്കുന്നു. അത് ഒന്നാമത്തെ കാഴ്ചപ്പാട്. 2, ദൈവം തന്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് പാകുന്നു. അത് വളർന്ന് വിതയ്ക്കുന്ന ആള് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഫലം നൽകുന്നില്ലെങ്കിൽ കർഷകന് ദുഃഖവും നിരാശയുമാണ്. ദൈവം നമ്മുടെ കർഷകനാണെങ്കിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദുഃഖം മാറ്റാൻ നമ്മൾ ഫലമുള്ളവരാകണം. ഹൃദയം ആഴത്തിലുള്ള മണ്ണിന് സമാനമാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹം നിറഞ്ഞ പുതിയ പകലിൻ്റെ സാധ്യതകളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുന്നത് ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളുടെ ആവശ്യങ്ങൾ, യാത്രകൾ, ജോലിവേലകൾ എല്ലാം അവിടുന്ന് അറിയുന്നു. വാടിപ്പോകാതെ കർത്താവ് ഞങ്ങളെ കാക്കണമേ. വഴിയരികെ വീണ വിത്ത് പോലെയോ പാറ സ്ഥലത്ത് വീണതുപോലെയോ മുള്ളിനിടയിൽ വീണതുപോലെയോ ആകാതെ ബലമുള്ള ഹൃദയത്തോടെ തിരുവചനം അംഗീകരിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.